എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെതാണ്. മുരിങ്ങയിലെ മാങ്ങയും വെച്ചിട്ടുള്ള ഒരു കറി, തക്കാളി രസം, പയറുപ്പേരി, തൈര് ഇതായിരുന്നു ഉച്ചഭക്ഷണത്തിനുണ്ടായിരുന്നത്. വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല സ്വാദോടും കൂടെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. മുരിങ്ങയില നേരാക്കി കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഈ കറിയിലേക്ക് ഒരു മാങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരു 5-10 ചെറിയുള്ളി കൂടെ വേണം. ചെറിയുള്ളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു വെക്കണം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കൂടെ 1-2 വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം, ഉണക്കമുളക്. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം അതിനകത്തേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം അതിനകത്തേക്ക് സാമ്പാർ പരിപ്പ് ചേർക്കണം. ഇവിടെ സാമ്പാർ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. പിന്നീട് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം. മാങ്ങ തൊലി കളഞ്ഞിട്ടാണ് ഇടുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ വേവിക്കാൻ വെക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് വേണ്ട അരപ്പുണ്ടാക്കാം. തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ചെറിയുള്ളി, 1 നുള്ള് ജീരകം, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലോണം വെന്ത് വന്ന ശേഷം അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പോ മുളകോ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് തിള വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്യാം. അടുത്തത് തക്കാളി രസമാണ്. തക്കാളി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ വരഞ്ഞിട്ട് ആവി കയറ്റാനാണ് വെച്ചത്. ഇങ്ങനെ ചെറുതായിട്ട് കീറി കൊടുക്കുന്നത് തൊലി കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. തക്കാളി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പുളിപ്പുള്ള തക്കാളി നോക്കി എടുക്കണം. ആവി കയറ്റി എടുത്ത ശേഷം അത് തൊലി കളഞ്ഞ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും 1-2 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരച്ചു വെച്ച ഈ തക്കാളിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം കായത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 5-6 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 നുള്ള് ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, 1-2 ചെറിയുള്ളി, ഇതെല്ലാം കൂടെ ചതച്ചെടുക്കണം. ചതച്ചെടുത്ത ഈ കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേ നേരമൊന്നും തിളപ്പിക്കരുത്. ചെറിയ തീയിൽ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്യണം. അടുത്തത് നീളം പയറിന്റെ ഉപ്പേരിയാണ്. പയർ കഴുകി വൃത്തിയാക്കി ഇതേപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില, നമുക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നീട് അത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് അടപ്പ് തുറന്ന് അതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് ഒരുവിധം, അതായത് ഒരു പകുതിയിലധികം വേവാവുന്ന സമയത്ത് അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് അത് ആവശ്യത്തിനുള്ള വേവാവുമ്പം എടുത്തു മാറ്റാം. അല്ലെങ്കിൽ മുരിച്ചെടുക്കേണ്ടവർക്കാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കാം. ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇതൊക്കെ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതേപോലത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. അത് ലഞ്ച് മെനു എന്നൊരു പ്ലേലിസ്റ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.